പൊതു നിർദ്ദേശങ്ങൾ തരാനായിട്ട് വന്നില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ നിർത്തണം. 9:30 ഫസ്റ്റ് ബെൽ അടിക്കുമ്പോൾ ക്ലാസ്സിൽ കയറിയിരിക്കണം. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 12:30 അവസാനിക്കുകയുള്ളൂ. 2.5 മണിക്കൂറും ഫുൾ ടൈം നിങ്ങൾ പരീക്ഷാ ഹോളിൽ ഇരുന്നേ പറ്റുകയുള്ളൂ. 5 മിനിറ്റ് പോലും നേരത്തെ പരീക്ഷ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് വന്നു. എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങളുടെ ഈ ഹെയർവെൽ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനമാക്കിയിരിക്കുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മിസ്സാണ്. ഏറെ സ്നേഹത്തോടുകൂടി പ്രിയകരികളായ അധ്യാപകരും നിങ്ങളോടൊപ്പം തന്നെ ഇവിടുന്ന് പടിയിറങ്ങുകയാണ്. സുമ ടീച്ചറിനെയും രാജി ടീച്ചറിനെയും ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു മണിക്കൂർ ഉറപ്പിക്കേണ്ട നമ്മുടെ പ്രിൻസിപ്പളും ഈ വർഷം റിട്ടയർ ചെയ്ത് പോവുകയാണ്. ഡിസിപ്ലിനാണ് റിട്ടയർ ചെയ്തത്. ഇനി സ്വാഗതം ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. നിങ്ങളെ സമാധാനത്തോടുകൂടി പരീക്ഷ കഴിയുന്നത് വരെ അങ്ങനെ തന്നെ തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ന്യായിക്കുകയും ചെയ്യണം. യാതൊരുവിധ ബോധവും നിങ്ങളിൽ നിന്ന് ടെൻഷൻ പിടിച്ചു വലിയ പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വന്ന ടീച്ചേഴ്സിൽ നിന്നും അറിയാനായിട്ട് കഴിഞ്ഞു. ആരും അതിലേക്ക് കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ആരും ടെൻഷൻ അടിക്കുന്ന വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി തയ്യാറെടുക്കണം. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആദ്യം സ്വാഗതം ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെ പഠിപ്പിച്ച് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാപ്തരാക്കിയാണ് നല്ല അധ്യാപകരെയും നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളുടെ സമയം ഒരുക്കി തരുന്ന അധ്യാപകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിദ്യാർത്ഥികളെ, സുന്ദരികളെ, സുന്ദരന്മാരെ, SLC പഠനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് വിടവാങ്ങുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് എല്ലാവരും വളരെ ഉത്സാഹഭരിതരാണ്, ആഹ്ലാദ തിമിർപ്പിലാണ്. അടുത്ത ആഴ്ച മുതൽ മോഡൽ എക്സാം സൂചിപ്പിക്കുകയാണെന്നുള്ള വിവരം ഹെഡ് മിസ്റ്റർ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിലേക്ക് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്ത് പഠിച്ച് മുന്നേറാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ കുറച്ച് സമയം മാത്രമേ ഇനി നിങ്ങളുടെ മുന്നിലുള്ളൂ. ആഹ്ലാദവും ഉത്സാഹവും എല്ലാം മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ തൽക്കാലത്തേക്ക് ഇന്നത്തോടുകൂടി അവസാനിപ്പിച്ച് അടുത്ത ആഴ്ചയാവുമ്പോഴത്തേക്കും പഠന കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതുപോലെ വർഷം നടക്കാനും എല്ലാവിധ ആഹ്ലാദങ്ങളിലും നൃത്താദികളിലും ഒക്കെ പങ്കെടുക്കാനുള്ള വലിയൊരു നിരക്കാണത്. അപ്പൊ ഇത്രയേറെ വിദ്യാർത്ഥികൾ എഴുതുമ്പോൾ ഈ പരം ഈ വർഷം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. അതിന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികൾ ഓരോരുത്തരുമാണ്. ഞങ്ങൾക്ക് അധ്യാപകർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പറയാൻ മാത്രമേ സാധിക്കുള്ളൂ. പഠിക്കേണ്ടത് നിങ്ങളാണ്. അത് മനസ്സിലാക്കി അതിലേക്ക് മാത്രമായിട്ട് ഇനി ഫോക്കസ് ചെയ്യാം. വളരെ കുറച്ച് സമയം മാത്രമേ ആദ്യമായിട്ടാണ് എഴുതുന്നത് എങ്കിലും അതിൻ്റെ ആ ഗൗരവമൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രായമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് തന്നെ പഠിച്ച് മുന്നേറാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ ഒരു വർഷത്തിന് മുഴുവൻ ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഇടയിൽ തന്നെയുള്ള 10Dയിലെ ഫാത്തിമ റെയ്ഹാനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ റെയ്ഹാന്റെ ഒരു ഗാനാലാപനം കൂടി ഉണ്ടായിരിക്കുന്നതാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. 2025-26 10ാം ക്ലാസ്സിൽ 10D ക്ലാസ്സിൽ കയറുമ്പോൾ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതങ്ങനെ തന്നെയാണുള്ളത്. വരുന്ന SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങി പാസ്സാകണം ഇവിടെ ഇറങ്ങി പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. 2023 8ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഈ സ്കൂളിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ സ്കൂളും ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി. അപ്പോൾ ഈ വർഷം നമ്മൾ നേരിട്ട എല്ലാ ഓർമ്മകളും കൂട്ടിയെഴുതി ഞാനൊരു പാട്ട് പാടാം. നിങ്ങളെല്ലാവരും ഇന്നുവരെ എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ടീച്ചേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രായം കൊണ്ട് പലതായിട്ടും തോന്നും. എന്താ ടീച്ചർമാർ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നത്? ഒരാൺകൊച്ചും പെൺകൊച്ചും കൂടി സംസാരിച്ചാൽ എന്താ ഇങ്ങനെ കാണുന്നത്? റിട്ടയർ ആയിട്ട് പോകുന്ന രാജു ടീച്ചറിനെയും അതിനുശേഷം സുമി ടീച്ചറിനെയും ക്ഷണിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകര്, വിദ്യാർത്ഥി അത് നിങ്ങളുടെ ഫെയർവെല്ലാണ്. എല്ലാവരും സുന്ദരന്മാരും വന്നത് എന്ന് മാത്രമേ എനിക്ക് നല്ല നല്ല അച്ചടക്കമായിട്ട് നിന്നിരിക്കുന്നത്. എനിക്കത് വളരെ സന്തോഷം തോന്നുന്നു. ഇന്ന് തന്നെ പറയാനുള്ളൂ. ഒരു കുട്ടികളോട് പറയാൻ നിങ്ങൾ പറയാൻ ക്ലാസ് ടീച്ചേഴ്സ് ആയിരിക്കും അതിൻ്റെ പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്നായി പഠിച്ച് പരീക്ഷ എഴുതാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മേളനം വിജയകരമായി പൂർത്തീകരിച്ച ഈ വേളയിൽ ചില ഹൃദയസ്പർശിയായ നന്ദി വാക്കുകൾ അർപ്പിക്കുക എന്നുള്ളതിനെ നോക്കി. ഈ പരിപാടി ഇത്രയും മനോഹരമാക്കാൻ പിന്നിൽ പ്രവർത്തിച്ച അനേകം കരങ്ങളുണ്ട്. ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും എല്ലാവർക്കുമുള്ള നന്ദി ഹൃദയപൂർവ്വം. സൂരജ് കൃഷ്ണയുടെ ഒരു മനോഹരമായ ഗാനാലാപനമാണ്. तो मुझसे निगाहें चुराता न रहोगे, चुराता न रहोगे। महता महते तुम शरण न हैं, तुम्हारे
Thank you.